പറയണത്. ഇതിനൊക്കെ മതത്തിന്റെ പേരിൽ എഴുതി ചേർക്കുന്നവർക്ക് ഹിഡൻ അജണ്ടയില്ലേ? ഹിഡൻ എന്നല്ല, അത് വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടുന്ന അജണ്ട തന്നെയല്ലേ. ഇനി വിശാലമായ മതേതര കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് അന്നത്തെ പാർലമെന്റേറിയൻസ് കൃത്യമായി പാസാക്കിയെടുത്ത നിയമങ്ങളെയൊക്കെ മതത്തിന്റെ പേരിൽ ചാപ്പയടിച്ചുകൊണ്ട് ഇസ്ലാമിനെ അരികുവൽക്കരിക്കുമ്പോ ഇതൊരു മുസൽമാന്റെ പ്രശ്നമല്ല, ഇത് ഭരണഘടനയുടെ പ്രശ്നമാണ്, ഇത് രാജ്യത്തിന്റെ പ്രശ്നമാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഒത്തൊരുമിച്ച് നിന്ന് പ്രതിഷേധിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമുക്ക് ബലം നൽകുമാറാകട്ടെ. ഇപ്പോ ഈ ക്രൈസ്തവ പാതിരിമാർ, ചില ക്രിസംഗികളൊക്കെ മുനമ്പത്ത് പോയി നിന്ന് ആഘോഷിക്കുകയാണ്, പടക്കം പൊട്ടിക്കുകയാണ്. കാണുമ്പോ അവരുടെ ഒരു അവസ്ഥ ഓർത്തിട്ട് സങ്കടം വരികയാണ്. ഇവരുടെ ചതിയിൽ അവർ വീണുപോയല്ലോ എന്നാണ് ഈ ക്രിസംഗികളുടെ. ഇത് മുനമ്പം പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് വഖഫ് നിയമം വന്നത് എന്ന്, അല്ലെങ്കിൽ വഖഫ് ബില്ല് പാസ്സായത് എന്നൊക്കെ അവിടെ പോയി പ്രഘോഷിക്കുകയാണ് ഈ മനുഷ്യന്മാർ. അവിടെ ഇതൊക്കെ അനുഭവിക്കുന്ന ആളുകൾ പത്രമാധ്യമങ്ങൾ വായിക്കുന്നില്ലേ എന്ന് ഒരു വേള ചിന്തിച്ചു പോവാൻ. അവിടെ ഇവരുടെ ചതിവലകളിൽപ്പെട്ട് ചാടിക്കളിക്കുന്നവരെ ഇതൊരു വർഗീയ പ്രശ്നമാണ്. ഈ വർഗീയ വിരൽ ചൂണ്ടൽ ഇന്ന് മുസൽമാന്റെ നേരെയാണെങ്കിൽ പ്രിയപ്പെട്ട ക്രൈസ്തവ സഹോദരങ്ങളെ, നാളെ ഇത് നിങ്ങൾക്ക് നേരെയാണ്, നാളെ ഇത് നിങ്ങൾക്ക് നേരെയാണ്. ചർച്ച് ബില്ല് വരാനിരിക്കുന്നുണ്ട്. ഇന്ന് നിങ്ങളുടെ മതസ്ഥാപനങ്ങൾ, നിങ്ങളുടെ ചർച്ചുകൾ സുരക്ഷിതമായി നിൽക്കുന്നുണ്ടെങ്കിൽ RSSകാരൻ ചൂട്ടുപിടിക്കുന്നത് കൊണ്ടല്ല, ഇന്ത്യ രാജ്യത്തിന്റെ നിയമം ശക്തമായതുകൊണ്ടാണ്. ആ നിയമം, അതിന്റെ ആനുകൂല്യം ഞങ്ങൾക്കും കിട്ടണമെന്നേ മുസ്ലിങ്ങൾ പറയണുള്ളൂ, വഖഫ് സ്വത്തിനും അത് കിട്ടണമെന്നേ പറയണുള്ളൂ. അല്ലാതെ അന്യായമായതൊന്നും മുസൽമാന് വേണ്ട, അന്യായമായതൊന്നും വഖഫല്ല. അവിടെ ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന പോലും നിഷിദ്ധമാണെന്ന് പഠിപ്പിക്കുന്ന മതമാണ് അള്ളാഹുവിന്റെ മതം. ഇനി ഈ ഭേദഗതി കൊണ്ടുവരുന്നതോടുകൂടെ വഖഫ് ട്രൈബ്യൂണല് അത് അപ്രസക്താകും, അല്ലേ? ട്രൈബ്യൂണൽ അപ്രസക്താകും. അതിന് പിന്നെ പേരിനുണ്ട് എന്നല്ലാതെ അതിനൊരു വാല്യൂ ഉണ്ടാവൂല. പിന്നെ അതുപോലെ തന്നെ തർക്കത്തിലിരിക്കുന്ന വഖഫ് സ്വത്ത്, അതാണ് ഏറ്റവും കോമഡി. തർക്കത്തിലിരിക്കുന്ന വഖഫ് സ്വത്തിൽ തീരുമാനം പറയാൻ ആ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് അധികാരമുള്ളതെന്നാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇതൊരു കോമഡി അല്ലേ? ഇനി BJP ഭരിക്കുന്ന സംസ്ഥാനമാണെങ്കിൽ ആ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥൻ എന്ത് തീരുമാനം എടുക്കുക? ഈ വഖഫ് സ്വത്തിന്റെ വിഷയത്തിൽ എന്ത് തീരുമാനം എടുക്കുക? ഇനി BJP ഭരിക്കുന്ന സംസ്ഥാനാകണ്ട, ഈ പറയുന്ന ഹിന്ദുത്വ തീവ്രവാദ മനസ്സുള്ള ഏതെങ്കിലും ഒരുത്തനാണ് ഏത് സംസ്ഥാനത്ത് അധികാരിയായി ഇരിക്കുന്നതെങ്കിലും അവനത് നീട്ടിക്കൊണ്ടുപോകാനും അവന് തോന്നുന്ന തരത്തിൽ അതിന് വിധി പറയാനും വിധി പ്രസ്താവിക്കാനും കഴിയുമെങ്കിൽ ഈ വഖഫ് സ്വത്തൊക്കെ അന്യാധീനപ്പെടുത്തുക, ഇതൊക്കെ കോർപ്പറേറ്റുകളുടെ കാൽ കീഴിൽ കൊണ്ടുപോയി ഓച്ചാനിച്ച് നിൽക്കുക എന്ന ഈ പറയുന്ന സംഘ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ കുടിലതന്ത്രമല്ലേ ഇത്? ഏറ്റവും കുടിലമായ തന്ത്രമല്ലേ? ഇപ്പൊ ബുദ്ധിയുള്ളവൻ ഇതൊക്കെ ചിന്തിച്ചാൽ മനസ്സിലാകും എന്നുള്ളതാണ്. ഇപ്പൊ വിശ്വാസ പ്രാധാന്യമുള്ള വഖഫ് എന്ന് പറയുന്ന സംഗതിയിലേക്ക് മറ്റൊരു കോമഡി അമുസ്ലിങ്ങളെ പ്രവേശിപ്പിക്കലാണ്. വഖഫ് ബോർഡ് അംഗങ്ങളായി മുസ്ലിംകളല്ലാത്ത ആളുകൾക്കും പ്രവേശിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതൊരു വിശ്വാസ പ്രാധാന്യമുള്ള സംഗതിയാണ്. ഇതുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത ആളുകൾ അതിന്റെ ഉള്ളിലേക്ക് വരിക എന്ന് പറയണത് അല്ലേ, അത് അൺസഹിക്കബിൾ ആണ്. സഹിക്കാൻ പറ്റുന്ന ഒന്നാണോ ഇത്? യഥാർത്ഥത്തിൽ മതപരമായ ഒരു കാര്യത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്ന ഏറ്റവും നികൃഷ്ടമായ ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ പറ്റും. ദേവസ്വം ബോർഡിൽ എന്തുകൊണ്ട് ഇതര മതസ്ഥരെ പ്രവേശിപ്പിക്കുന്നില്ല? നമ്മൾ പറയുന്നുണ്ടോ ഞങ്ങൾക്കും ദേവസ്വം ബോർഡിൽ കയറണമെന്ന്? പറയുന്നില്ല, ഇല്ല. പക്ഷെ മുസ്ലിംകളുടെ വിഷയം വരുമ്പോ അവരുടെ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കൺട്രോളിലാകണം. മുസ്ലിംകളുടെ വിശ്വാസപരമായ കാര്യങ്ങൾ പോലും ഭരണകൂടത്തിന്റെ ഇടപെടലിന് കഴിയുന്നതാകണമെന്ന ഏറ്റവും മോശമായ ഭരണഘടനയുടെ പച്ചയായ ലംഘനമല്ലേ ഇവിടെ നടക്കുന്നത്? ഭരണഘടന അനുസരിച്ച് എനിക്ക് ഇവിടെ ഒരു മതത്തിൽ ജീവിക്കാനും ആ മതത്തിനെ പ്രൊപഗേറ്റ് ചെയ്യാനും അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ടെന്നിരിക്കെ അതിനിടയിലേക്ക് നുഴഞ്ഞു കയറുന്ന ഗവൺമെന്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഭരണഘടനയുടെ പച്ചയായ ലംഘനമല്ലേ? എന്ത് വിലയാണ് യഥാർത്ഥത്തിൽ ഇവർ ഇന്ത്യ മഹാരാജ്യത്തിന് കൊടുത്തിട്ടുള്ളത്? എന്ത് വിലയാണ് ഇവർ കൊടുത്തിട്ടുള്ളത്? അതുകൊണ്ട് തന്നെ ഇത് കേവലം ഒരു മുസൽമാന്റെ പ്രശ്നം മാത്രമല്ല, ഇത് ഭരണഘടനയുടെ പ്രശ്നമാണ്, ഇത് രാജ്യത്തിന്റെ പ്രശ്നമാണ്. ഇവിടെ മുസൽമാൻ മാത്രം എഴുന്നേറ്റ് നിന്നാൽ പോരാ, ഇവിടെ മുസൽമാനും ക്രൈസ്തവനും ഹൈന്ദവനും മതമുള്ളവനും ഇല്ലാത്തവനും ഒന്നിച്ചെഴുന്നേറ്റ് നിന്ന് പ്രതിഷേധിക്കാൻ കഴിയണം. ചിലര് ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോ പ്രതിഷേധിച്ചിട്ട് എന്താ കാര്യം? രാഷ്ട്രപതി ഒപ്പിട്ടാ പിന്നെ നിയമാകൂല്ലേ എന്നാണ്. എന്തിയാതി വർച്ചാനാണത്? എടോ, ഇനി നിയമായിക്കോട്ടെ, ഇവിടെ ഒന്നിച്ചെഴുന്നേറ്റ് നിന്ന് നിലവിളിക്കാൻ പറ്റുന്ന വലിയൊരു സമൂഹമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനെങ്കിലും കഴിയണ്ടേ? ഒന്നുമില്ലാതെ മിണ്ടാതെ നാൽക്കാലികളെ പോലെ ഇരുന്നാൽ അവർക്കും നമുക്കും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? പ്രതിഷേധിക്കാതെ പിന്നെ മിണ്ടാതിരിക്കണോ? ഇവിടെ മുസ്ലിം സംഘടനകളുണ്ട്. ഈ സംഘടനകൾ എല്ലാവരും തന്നെ സുപ്രീം കോടതിയെ സമീപിക്കണം. ഇങ്ങനെ ചില ആളുകൾ ഇവിടെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. ആ ഒരു ഐക്യം നമുക്കിടയിൽ ഉണ്ടാകണം. പൊതുവിഷയത്തിലെങ്കിലും ഒന്നിച്ചിരിക്കാൻ ഉമ്മത്തിന് കഴിയണം. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ ഐക്യം നമുക്കിടയിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹ് കൃത്യമായിട്ട് പറഞ്ഞില്ലേ, യുരീദൂന അയ്യുത്ഫിഊ നൂറ
അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ അവർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ നടക്കൂല. നാം ഇതിനെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ